പീസ് ആൻഡ് ജോയ്. അസിസിലെ ഫ്രാൻസിസിൻ്റെ മറ്റൊരു സവിശേഷത, വിസ്മയകരമായ സവിശേഷത നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് പാവപ്പെട്ടവരോടുള്ള അനുകമ്പയിലായിരുന്നു. എന്നാൽ അതേസമയം അദ്ദേഹം ഏറ്റവും ദരിദ്രമായ സാഹചര്യത്തിൽ നിന്ന്, സഹനങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിൽ നിന്ന്, സമൂഹത്തിൻ്റെ ദരിദ്രമായ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഓടിയകന്നിരുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുക? പീക്ക എന്ന അമ്മയിലൂടെ ലഭിച്ച ആത്മീയ ശിക്ഷണവും അതുപോലെ തന്നെ സുവിശേഷത്തിൽ നിന്നുള്ള ഈശോയുടെ അറിവും, ഈശോയെക്കുറിച്ചുള്ള അറിവുമൊക്കെ ഫ്രാൻസിസിൽ സവിശേഷമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് അന്തർലീനമായിരുന്നു. അത് ഫ്രാൻസിസിൻ്റെ അൺകോൺഷ്യസ് മൈൻഡിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫ്രാൻസിസിൻ്റെ കോൺഷ്യസ് മൈൻഡ് എപ്പോഴും സുഖലോലുപതയ്ക്കും ആഡംബരത്തിനും ഒക്കെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരുന്നു. എവിടെ ആഘോഷമുണ്ടോ അവിടെ ഫ്രാൻസിസ് ഉണ്ട്, എവിടെ സഹനമുണ്ടോ അവിടുന്ന് ഫ്രാൻസിസ് ഓടിയകലും. ഇത് പല രീതിയിലുള്ള ഒരു വിപരീതമായിട്ടുള്ള സംഭവങ്ങൾ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ നടക്കാനിടയാക്കി. കാരണം ഫ്രാൻസിസ് എപ്പോഴെങ്കിലും പാവപ്പെട്ടവരെ കണ്ടിരുന്നുവെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കാതെ പോകുമായിരുന്നില്ല. ഏതെങ്കിലും ഭിക്ഷാടകരെ കണ്ടാൽ ഫ്രാൻസിസ് തൻ്റെ കയ്യിലുള്ളതെല്ലാം കൊടുക്കും. അതിന് ചില കാര്യങ്ങൾ പീക്ക സാക്ഷിയാണ്. പല ദിവസങ്ങളിലും ഫ്രാൻസിസ് ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തെരുവുകളിലേക്ക് പോകുന്നു. പക്ഷെ തിരികെ വരുമ്പോൾ അവന് മേൽവസ്ത്രം മാത്രമേ ഉള്ളൂ എന്ന് അമ്മ ശ്രദ്ധിച്ചു. ഇത് എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഫ്രാൻസിസ് പറയും, അത് ഇല്ലാത്തവന് കൊടുത്തു. ആ അമ്മയിൽ അത് ഒത്തിരിയേറെ ആനന്ദം ഉളവാക്കി. എന്നാൽ അപ്പൻ അതിനെ വളരെ ദൂർത്തായിട്ടാണ് കണ്ടത്. ദൂർത്തായിട്ട് കാണുമ്പോഴും സമൂഹം ഫ്രാൻസിസിനെ വിലമതിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് അത് സന്തോഷമായിരുന്നു. പണം പോയാലും പേരും പ്രശസ്തിയും ഒക്കെ കൂടിക്കൂടി വരുന്നുണ്ടല്ലോ എന്നുള്ള ചിന്ത പീറ്റർ ബെർണാഡിന് വളരെയേറെ സന്തോഷം ഉളവാക്കി. എന്നാൽ ആരെങ്കിലും ഫ്രാൻസിസിനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ കൊടുക്കാനൊന്നുമില്ലെങ്കിൽ അയാളെ തെരുവിൻ്റെ ഇരുണ്ട മൂലയിലേക്ക് മാറ്റി നിർത്തിയിട്ട് തൻ്റെ കയ്യിലുള്ള ഉള്ളിലെ വസ്ത്രങ്ങൾ, ചൂട് പകരാനുള്ള വസ്ത്രങ്ങളുമൊക്കെ ഫ്രാൻസിസ് ഊരി കൊടുത്തിരുന്നു. ഒടുവിൽ ആ മേൽവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് വന്നു കയറുന്ന മകനെക്കുറിച്ച് പീക്കായ്ക്ക് അനുഭവമുണ്ടായത് എന്ന് നമ്മൾ കേട്ടു. എന്നാൽ അതിന് വിപരീതമായിട്ടുള്ള ഒരു സ്വഭാവവും ഫ്രാൻസിസിനുണ്ടായിരുന്നു. ദീന ദയാലുവായിരുന്നു ഫ്രാൻസിസ് എങ്കിലും രോഗികളെ, പ്രത്യേകിച്ച് കുഷ്ഠരോഗികളെയൊക്കെ കാണുമ്പോൾ ഫ്രാൻസിസ് ഓടിയകന്നിരുന്നു. കുഷ്ഠരോഗികൾ പാർത്തിരുന്ന സ്ഥലത്ത് നിന്ന് അകലങ്ങളിലൂടെയാണ് ഫ്രാൻസിസ് സഞ്ചരിച്ചിരുന്നത്. അക്കാലത്ത് കുഷ്ഠരോഗികൾക്ക് നഗരങ്ങളിൽ പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോട്ടയ്ക്ക് വെളിയിലൂടെ ഫ്രാൻസിസ് പോകുമ്പോൾ കുതിരപ്പുറത്താണ് സഞ്ചരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കുഷ്ഠരോഗികളിൽ നിന്ന് അകലെ മാറി നിൽക്കുവാനായിട്ട് ഫ്രാൻസിസിന് സാധിച്ചിരുന്നു. ഒരേ രീതിയിൽ തന്നെ ഒരു മൽപ്പിടുത്തം ഫ്രാൻസിസിനുള്ളിൽ നടക്കുകയാണ്. ആത്മീയ മനുഷ്യനും ഭൗതിക മനുഷ്യനും തമ്മിലുള്ള ഒരു മൽപ്പിടുത്തം. നമ്മുടെ എല്ലാം ഉള്ളിൽ ഇങ്ങനെ രണ്ട് ഫ്രാൻസിസുമാരുണ്ട്. ഒന്ന് ആത്മീയതയെ തീവ്രമായിട്ട് പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രാൻസിസ്, മറ്റൊന്ന് ലൗകായികതയെ പിന്തുടരാനായിട്ട് ആഗ്രഹിക്കുന്ന ഫ്രാൻസിസ്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു സംഘർഷം നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. ഫ്രാൻസിസ് ഒരു പ്രതീകമാണ്, ഒരു ആത്മീയ യുദ്ധമാണ്. ഇവിടെ ഫ്രാൻസിസ് ആത്മീയ യുദ്ധത്തിൽ വിജയിച്ചത് ഒരേ ഒരു കാര്യത്തിലൂടെയാണ്. ഒരിക്കൽ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ തയ്യാറായപ്പോൾ പിന്നീട് പിന്തിരിഞ്ഞു നോക്കിയില്ല. കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കാത്തവൻ്റെ പേരാണ് ഫ്രാൻസിസ്. എവിടെയൊക്കെയോ നമ്മൾ ഉപേക്ഷിച്ചതിനെ വീണ്ടും ആർജിച്ചെടുക്കുമ്പോഴല്ലേ നമ്മുടെ വഴിതെറ്റലുകൾ ആരംഭിക്കുക. അസിസിലെ ഫ്രാൻസിസ് ശക്തമായൊരു മാതൃകയായിട്ട് നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. അവനെ പിന്തുടർന്നവരൊക്കെ വിശുദ്ധരായി മാറുന്നത് ഫ്രാൻസിസ്കൻ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അനേകർ ഫ്രാൻസിസിനെ പിന്തുടർന്നു, അവർ വിശുദ്ധരായി മാറി. അനേകർ ഫ്രാൻസിസിനെ പിന്തുടർന്നെങ്കിലും പിന്നീട് പാർശ്വങ്ങളിലേക്ക് നോക്കി സമാന്തരമായ വീക്ഷണങ്ങളിലേക്ക് പോയി അവർക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചില്ല. അവിടെ വഴിതെറ്റലുകളുണ്ട്. നമുക്ക് ഫ്രാൻസിസിലൂടെ ക്രിസ്തുവിലേക്ക് നോക്കാം. ഞാൻ ക്രിസ്തുവിലേക്ക് നോക്കിയപ്പോൾ മറ്റാരും എന്നെ പഠിപ്പിച്ചില്ല, അവൻ തന്നെ എന്നെ പഠിപ്പിച്ചു എന്ന ഫ്രാൻസിസിൻ്റെ വാക്കുകൾ നമുക്ക് അവനിലേക്ക് നോക്കാനും പ്രകാശിതരാകാനും കാരണമാവട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.